ഹലോ എവരിബഡി, സുനിൽസ് ലേണിംഗ് വെഞ്ചർ എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് എക്സലിൽ ബോർഡേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്, നമുക്കൊരു ടേബിള് വരച്ചിട്ട് കണ്ടൻസ് കൊടുത്തിട്ട് നമുക്ക് നല്ലൊരു പ്രസൻറ്റബിൾ രൂപത്തിൽ നമുക്ക് ഒരു ടേബിൾ നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കും. അതിനെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോർഡറൊക്കെ കൊടുക്കുക, അതിൽ ഒന്ന് സെൻറ്റർ ചെയ്യുക, കുറച്ച് കളറൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നത് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഇതിപ്പോൾ നിങ്ങളിവിടെ നോക്കുമ്പോൾ ഈ ലൈൻസുകൾ കാണാം, ഓരോ സെല്ലിൻ്റെ ഓരോ ലൈൻസുകളൊക്കെ കാണാം, നമുക്ക് മനസ്സിലായേ? അപ്പോൾ നമുക്ക് തൽക്കാലം അതിനെ നമുക്ക് കളയാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ വ്യൂ എന്ന് പറഞ്ഞ മെനു ഉണ്ട്. ഈ വ്യൂ മെനുവിൽ ഇവിടെ ഗ്രിഡ് ലൈൻസ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്, കണ്ട? വ്യൂ ഗ്രിഡ് ലൈൻസ്. അപ്പോൾ അത് ടിക്കാണ് ഇട്ടിരിക്കുന്നത്. ടിക്ക് ഇട്ടത് കൊണ്ടാണ് നമുക്ക് ഈ സെല്ലിൻ്റെ ആ ബോക്സുകൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ടിക്ക് കളയുകയാണെങ്കിൽ നമുക്ക് കണ്ട, ടിക്ക് കളയുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ലൈൻസുകളൊക്കെ പോയതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കളഞ്ഞ് നമുക്കൊരു ബോക്സ് ഒക്കെ വരച്ച് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനാണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇത്രയും വരെയാണ് അതിൻ്റെ ടേബിളിൻ്റെ ഹെഡിങ് ഉള്ളത്. അത് കൊടുത്തിട്ട് നമുക്കിവിടെ ഹോം മെനുവിൽ മെർജ് ആൻഡ് സെൻറ്റർ ഉണ്ട്, അത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് മെർജായി, മനസ്സിലായേ? അപ്പോൾ ഇതൊക്കെ ഒന്ന് കളയട്ടെ, നെയിം എന്നൊക്കെ നമ്മൾ കോപ്പി ചെയ്ത് അതൊക്കെ കളഞ്ഞിട്ട് അത് സെൻറ്ററിലാക്കി. ഇനി നമുക്കിപ്പോൾ ഇവിടെ ഒരു ബോക്സ് ഒക്കെ വരച്ചു കൊടുക്കാം. ഈ ബോക്സ് വരയ്ക്കാനായിട്ട് നമുക്ക് ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കുമ്പോൾ ഒരു തിക്ക് ബോർഡർ അതിൻ്റെ ഒരു ആരോ ഉണ്ട്. ഈ ആരോ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പലതരത്തിലുള്ള ബോർഡേഴ്സ് കൊടുക്കാനായിട്ട് ഉള്ളത് നമുക്ക് കാണാം. മുകളിൽ നോക്കിയാൽ ബോട്ടം ബോർഡർ, അതായത് ഒരു സെല്ലിൻ്റെ അകത്ത് താഴത്തൊരു ലൈൻ കൊടുക്കണം, താഴത്തൊരു വര ബോർഡറായിട്ട് കൊടുക്കണം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്താൽ മതി. ഒരു സെല്ലോ അല്ലെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ സെല്ലുകൾ തമ്മിൽ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് അതിന് താഴെ ഒരു ലൈനാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ആദ്യത്തെ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ, ബോട്ടം ബോർഡർ. അപ്പം നമ്മൾ സെലക്ട് ചെയ്ത അവിടെ എൻ്റെ താഴത്തെ ഒരു ലൈൻ വന്നിട്ടുണ്ടാവും, കണ്ടോ? താഴത്തെ ഒരു ലൈൻ, ബോക്സിൻ്റെ താഴെ ഒരു ലൈൻ. അങ്ങനെ അത്രയും ഇത് സെലക്ട് ചെയ്ത ആ ഭാഗം അത്രയും സെലക്ട് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നോ ബോർഡർ എന്നുണ്ട്. ആ നോ ബോർഡർ ക്ലിക്ക് ചെയ്താൽ ആ ലൈൻ പോയി, കണ്ട? അതുപോലെ അങ്ങനെ പലതരത്തിലുള്ള ബോർഡേഴ്സ് കൊടുക്കാനായിട്ട് നമുക്കിവിടെ ഉണ്ട്. അതാണ് ബോട്ടം ബോർഡർ. പിന്നെ ടോപ്പ് ബോർഡർ, ലെഫ്റ്റിൽ ബോർഡർ, റൈറ്റിൽ ബോർഡർ. പിന്നെ ബോർഡർ ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നോ ബോർഡർ കൊടുക്കുക. പിന്നെ ഓൾ ബോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെല്ലിൽ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യുകയാണ്. ഓൾ ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സെല്ലുകളിൽ ഇങ്ങനെ ഓരോ സെല്ലിൻ്റെയും ഇങ്ങനെ ബോർഡർ വരച്ചിട്ട് നമുക്ക് തരും. നമുക്ക് സെലക്ട് ചെയ്തിട്ട് നോ ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ ബോർഡറും പോകും, കേട്ടോ? അപ്പോൾ നമുക്ക് ആവശ്യമുള്ളിടത്ത്, ഇപ്പോൾ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഭാഗം മാത്രം, ഒരു സെല്ലുകൾ ഭാഗം മാത്രം സെലക്ട് ചെയ്തിട്ട് നമുക്ക് നോ ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ ബോർഡർ പൊക്കോളും. അപ്പോൾ അങ്ങനെ നോ ബോർഡർ. പിന്നെ ഓൾ ബോർഡേഴ്സ് അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഔട്ട്സൈഡ് ബോർഡർ, നമ്മൾ സെലക്ട് ചെയ്തതോ അല്ലെങ്കിൽ ഒരു സെല്ലിലാണോ എന്നുണ്ടെങ്കിൽ ആ സെല്ലിലെ ഔട്ട്സൈഡ് ബോർഡേഴ്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇത്രയും ഭാഗം സെലക്ട് ചെയ്തിട്ട് ഔട്ട്സൈഡ് ബോർഡർ കൊടുക്കണമെങ്കിൽ ആ ഔട്ട്സൈഡിൽ മാത്രം ഇങ്ങനെ ബോർഡർ വരും. പിന്നെ തിക്ക് ബോർഡർ, കുറച്ച് കൂടി കട്ടി കൂടിയ ബോർഡർ. ഇത് തിൻ ബോർഡറാണ്, ഇത് തിക്ക് ബോർഡറാണ്. പിന്നെ ബോട്ടത്തിൽ, നേരത്തെ നമ്മൾ ബോട്ടത്തിൽ ഒരു ബോർഡർ സിംഗിൾ ലൈനാണ് ഉണ്ടായിരുന്നത്. ഇത് കൊടുക്കുകയാണെങ്കിൽ ഡബിൾ ലൈൻ കിട്ടും. കണ്ട? ഇത് ക്ലിക്ക് ചെയ്തിട്ട് നോക്കിയാൽ ഇവിടെ നോക്കിയാൽ സെലക്ട് ചെയ്ത അവിടെ കണ്ട ഡബിൾ ലൈൻ കാണാം, നമുക്ക് ഡബിളായിട്ട് കാണാം. അത് സെലക്ട് ചെയ്തിട്ട് നോ ലൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നോ ബോർഡർ. അതായത് അങ്ങനെ നമുക്ക് കളയാനായിട്ട് പറ്റും. അപ്പോൾ അതുപോലെ ഡബിൾ ബോർഡർ, തിക്ക് ബോട്ടം ബോർഡർ, അടിയിൽ തിക്കായിട്ടുള്ളത്. ടോപ്പിലും ബോട്ടത്തിലും ബോർഡർ, ഒരു സെല്ലിൻ്റെ അല്ലെങ്കിൽ ഒരു സെലക്ട് ചെയ്ത പോർഷൻ്റെ മുകളിലും താഴെയായിട്ട് ബോർഡർ വേണമെങ്കിൽ അത് കൊടുക്കുക. ടോപ്പ് ആൻഡ് തിക്ക് ബോർഡർ. അപ്പോൾ ടോപ്പിൽ സാധാ വര തന്നെ, ബോട്ടത്തിൽ തിക്ക് ബോർഡർ. അതിന് ഇത് ക്ലിക്ക് ചെയ്യുക. ഈ ടോപ്പിൽ
സിംഗിൾ ലൈനും ഡബിൾ ബോട്ടം ബോർഡർ, താഴത്ത് ഡബിൾ ലൈനും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കുക. മനസ്സിലായോ? അങ്ങനെ നമുക്ക് ഇത്രയും ബോർഡേഴ്സ് നമുക്കുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ ഞാൻ അതിന് ചെയ്യണേക്കാൾ മുമ്പ് കുറച്ച് അലൈൻമെൻറ്റൊക്കെ കൂടെ ഒന്ന് ചെയ്തോട്ടെ. ഉണ്ടാ ഈ മൊത്തം ഇതൊന്ന് വീതി കൂട്ടുക, അപ്പം മലയാളം എന്നുള്ളതും കൂടി ഉള്ളിലാവും. അപ്പോൾ ഇത് മൊത്തം സെലക്ട് ചെയ്തിട്ട് ഞാൻ സെൻറ്റർ കൊടുക്കുക. അപ്പോൾ അത് മൊത്തം സെൻറ്ററായി. അതുപോലെ തന്നെ ഈ മാറ്റർ മൊത്തം സെലക്ട് ചെയ്തിട്ട് ഞാൻ, അല്ലെങ്കിൽ ഈ നെയിമിൻ്റെ ഇതും കൂടി സെലക്ട് ചെയ്തിട്ട് ഞാൻ സെൻറ്റർ കൊടുത്താൽ അതാത് ആ സെല്ലിൽ തന്നെ അതാത് സാധനങ്ങൾ സെൻറ്ററായി. ഇപ്പോൾ ഒരു കുറച്ചും കൂടി ഇതായി. അതുപോലെ ഇതിനൊരു ഫോണ്ട് കളർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാനൊരു ഫോണ്ട് റെഡ് കളർ എടുക്കുക, ഒന്ന് ബോൾഡ് ആക്കി കൊടുത്തേക്കാം. പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു യെല്ലോ കൊടുത്തേക്കാം. കണ്ട? അപ്പോൾ അങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ബോർഡർ വരയ്ക്കാൻ പോവുകയാണ്. ബോർഡർ വരയ്ക്കാൻ ആ ബോർഡർ നമ്മുടെ ടേബിൾ എത്രയാണോ അത്രയും സെലക്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഓൾ ബോർഡേഴ്സ് കൊടുക്കുക. അതായത് ഓരോ സെല്ലിലെയും ബോർഡേഴ്സ് ഇങ്ങനെ കൊടുക്കുക. കണ്ട? അപ്പോൾ എല്ലാം ആ ഒരു സെല്ല്, ഇതൊരു സെല്ലാണ്. കണ്ട? നമ്മൾ മെർജ് ചെയ്തപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സെല്ലായിട്ട് മാറി എന്ന് പറഞ്ഞു. ഇതൊരു സെല്ലാണ്. അപ്പോൾ ആ സെല്ലിൽ ചുറ്റിനും വരച്ചു ബോക്സായി, ബോർഡറായി. പിന്നെ അതുപോലെ തന്നെ ഓരോ ഹെഡിങ്ങിലും ഓരോ ഇതായി, ഓരോ സെല്ലുകളിലും എല്ലാത്തിനും ഓരോ ബോർഡറായി. അപ്പോൾ ഇത് കാണാനൊരു രസമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ബോർഡേഴ്സ് വയ്ക്കാം. ഇനിയിപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഔട്ടർ ബോർഡേഴ്സിൽ വേണമെങ്കിൽ ഒരു തിക്ക് ബോർഡർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട് താഴോട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സെലക്റ്റഡായി. അത് കഴിഞ്ഞിട്ട് ഒരു തിക്ക് ബോർഡർ കൊടുക്കുകയാണ്. തിക്ക് ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ തിക്ക് ബോർഡറായി. ഇത് ഈ ഹെഡിങ്ങിന് മാത്രം ഒരു തിക്ക് ബോർഡർ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. പിന്നെ ഈ ഇടയ്ക്കുള്ള ഈ കോളംസിന് ഈ ലൈനുകൾക്ക് തിക്ക് കൊടുക്കുന്നത് ഇത് സെലക്ട് ചെയ്താൽ ഈ 4 വശവും തിക്കാവും. തിക്ക് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഓൾറെഡി തിക്കായി. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ 2 സൈഡും മുകളിലും മുകളിൽ നേരത്തെ തിക്കാണ്, ഈ 2 സൈഡും കൂടിയും തിക്കായിട്ട് കൊടുക്കാനായിട്ട് പറ്റും. 2 സൈഡ് മാത്രം തിക്കുള്ളതില്ല. അതുകൊണ്ട് നമ്മൾ ഇത് ക്ലിക്ക് ചെയ്താൽ മതി. കണ്ട? അപ്പോൾ 2 സൈഡ്. ഇനി വേണമെങ്കിൽ ഈ ഹെഡിങ് ഒന്ന് തിക്കാവണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തിക്കാക്കുക. കണ്ട? ഇതിനൊക്കെ വേണമെങ്കിൽ ഒരു കളർ കൊടുക്കുന്ന ഫില്ല് കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് കളർ മോർ കളേഴ്സ് എടുത്തിട്ട് ഒരു ചെറിയ ലൈറ്റ് കളർ കൊടുത്തിട്ട് ഓക്കെ. അങ്ങനെ നമുക്കിങ്ങനെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കണ്ട? അപ്പോൾ ആ ലൈൻസ് മാറ്റാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, വ്യൂ എടുക്കുക, ഗ്രിഡ് ലൈൻസ്. ടിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈൻസുകൾ ഇങ്ങനെ കാണാം. അപ്പോൾ ലൈൻസ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല ലൈൻസ് ഇല്ലാതെ ആകുമ്പോൾ കുറച്ചും കൂടി ഭംഗി നമുക്ക് തോന്നും. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ലൈൻസ് ആണ്ട് പോയി. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ബോർഡേഴ്സ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ബോക്സ് വരച്ച് അതിൻ്റെ മാറ്റ് കണ്ടൻസ് കൊടുത്തിട്ട് നമുക്കിങ്ങനെ ബോർഡേഴ്സൊക്കെ ആയിട്ട് കൊടുത്ത് അത് നല്ലൊരു രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ബോർഡേഴ്സൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ബോർഡേഴ്സ് ഉള്ളത് ഇത് ഹോം മെനുവിലാണ്. ഈ ഹോം എന്ന് പറഞ്ഞ മെനുവിലാണ് ബോർഡേഴ്സ് ഉള്ളത്. ആ ബോർഡേഴ്സിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോർഡേഴ്സിലാണ് നമ്മൾ ലേറ്റസ്റ്റ് ഏത് ബോർഡറാണോ കൊടുത്തെങ്കിൽ അതായിരിക്കും മുകളിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ഈ 4 വശം തിക്കുള്ളതാണ് കൊടുത്തത്, അതുകൊണ്ട് അത് കാണുന്നു. അപ്പോൾ നമ്മൾ വേറെ കൊടുക്കണമെന്നുണ്ട്, ഓൾ ബോർഡേഴ്സോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ബോർഡർ വന്നു അതായിരിക്കും മുകളിൽ കാണുന്നത്. ഇത് ക്ലിക്ക് ചെയ്ത് അത് നോ ബോർഡർ കൊടുത്താൽ നോ ബോർഡർ അത് പോവുകയും ചെയ്തു. നമുക്ക് ആ നോ ബോർഡർ എന്നുള്ളത് മുകളിൽ കാണാം. അപ്പോൾ ഏതാണോ നമ്മൾ ലേറ്റസ്റ്റ് ഇട്ടത് അതാണ് ഇവിടെ കാണുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ബോർഡർ എന്ന് പറഞ്ഞ സെക്ഷൻ്റെ അകത്തുനിന്ന് ഇത്രയും ബോർഡേഴ്സ് നമുക്ക് നമ്മുടെ ഒരു ടേബിളിൻ്റെ അകത്ത് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ബോർഡേഴ്സ് കൊടുക്കണം, ആ പേജ് ഒരു നല്ല പ്രസൻറ്റബിൾ രൂപത്തിൽ ചെയ്യണതൊക്കെ മനസ്സിലായല്ലോ. ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.